Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 2 ൽ വരുന്ന ടോപ്പിക് ആണ് സൂപ്പർ സ്കേലർ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ എന്താണ് സിസ്ക് പ്രോസസ്സർ അതുപോലെ തന്നെ റിസ്ക് പ്രോസസ്സർ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് സൂപ്പർ സ്കേലർ പ്രോസസ്സർ. A CISC or a RISC scalar processor can be improved with a superscalar or vector architecture. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എന്താണ് സ്കാലർ പ്രോസസ്സർ? അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ്? അതായത് സ്കാലർ പ്രോസസ്സറിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ വരുന്നത്? അവിടെ എക്സിക്യൂട്ടിംഗ് വൺ ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ അല്ലേ? Only one instruction is issued per cycle and only one completion of instruction is expected from the pipeline per cycle അല്ലേ? അതായത് ഒരു സൈക്കിളിൽ എങ്ങനെയായിരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട എന്താ? സൂപ്പർ സ്കേലർ പ്രോസസ്സർ അല്ലേ? സൂപ്പർ സ്കേലർ പ്രോസസ്സറിൽ എങ്ങനെയാണ്? അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യാൻ പറ്റുക? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ ഇഷ്യൂഡ് പെർ സൈക്കിൾ ആൻഡ് മൾട്ടിപ്പിൾ റിസൾട്ട്സ് ആർ ജനറേറ്റഡ് പെർ സൈക്കിൾ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അവിടെ പാരലിസം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, പൈപ്പ്ലൈനിങ് ഇൻ സൂപ്പർ സ്കേലർ പ്രോസസ്സർ. അപ്പോൾ എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ സൂപ്പർ സ്കേലർ പ്രോസസ്സേഴ്സ് ആർ ഡിസൈൻ ടു എക്സ്പ്ലോയിറ്റ് മോർ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലിസം ഇൻ യൂസർ പ്രോഗ്രാംസ്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡന്റ് ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? വിത്തൗട്ട് കോസിങ് ആൻഡ് വെയിറ്റ് സ്റ്റേറ്റ് അല്ലേ? അതായത് അതായത് നേരത്തെ എങ്ങനെയായിരുന്നു? ബേസ് സ്കേലർ പ്രോസസ്സർ വെച്ചിട്ടായിരുന്നു അല്ലേ? അതായത് റിസ്ക് ആയിക്കോട്ടെ സിസ്ക് ആയിക്കോട്ടെ, അപ്പോൾ അതിലെങ്ങനെയായിരുന്നു? ബേസ് സ്കേലർ പ്രോസസ്സർ വെച്ചിട്ടായിരുന്നു എക്സിക്യൂഷൻ ചെയ്തിരുന്നത് അല്ലേ? അവിടെ അങ്ങനെയായിരുന്നു പൈപ്പ് ലൈനിങ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? അതായത് സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ഓരോ സ്റ്റേജസ് ആയിട്ടാണ് പൈപ്പ് ലൈനിങ് സ്റ്റേജസ് ഉണ്ട് അല്ലേ? ഓരോ സ്റ്റേജ് കൂടിയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു? അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സ്റ്റേജിലേക്ക് കടന്നു അല്ലെ? ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് എന്തായിരുന്നു? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, അങ്ങനെയല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സ്റ്റേജിലേക്ക് പോയി, പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ആ ഇൻസ്ട്രക്ഷൻ വെയിറ്റ് ചെയ്യണം അല്ലേ? ഇത് മുന്നേ വന്ന ഇൻസ്ട്രക്ഷൻ ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു വേറെ രണ്ടാമതെടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ? ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റിയിരുന്നുള്ളൂ. വെയിറ്റ് ചെയ്യണമായിരുന്നു അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷന് പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാവണം? അതായത് ഇൻഡിപെൻഡന്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. ഓക്കെ, ഓൺലി ഇൻഡിപെൻഡന്റ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ വിത്തൗട്ട് കോസിങ് ആൻഡ് വെയിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, then the amount of instruction level parallelism varies widely depending on type of code being executed. So superscalar processors were originally developed as an alternative to vector processors. അപ്പോൾ vector processors നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ട്ടോ. Then they exploit higher degree of instruction level parallelism. അപ്പോൾ എന്താണ് higher degree of എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിഗ്രി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവിടെ? അതായത് എത്ര ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എത്ര ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. They exploit higher degree of instruction level parallelism. A superscalar processor of degree m. ഒരു സൂപ്പർ സ്കേലർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി m എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവിടെ എന്തിനു പറ്റും? അതായത് ക്യാൻ ഇഷ്യൂ m ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ. മനസ്സിലായി എന്താണ് ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഡിഗ്രി m എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സൂപ്പർ സ്കേലർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി m എന്ന് പറഞ്ഞാൽ അവിടെ m ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും പെർ സൈക്കിളിൽ. ഓക്കെ, then the base scalar processor implemented either in RISC or CISC has m equal to 1. അതായത് എന്താ? അവിടെ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ? ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റിയിരുന്നുള്ളൂ പെർ സൈക്കിളിൽ. ഓക്കെ, മനസ്സിലായല്ലോ എന്താ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? ഇനി ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ഡിഗ്രി ഈസ് ലിമിറ്റഡ് ടു 2 to 5. Then thus m instructions must be executable in parallel.
ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ സൂപ്പർ സ്കേലാർ പ്രോസർ ഓഫ് ഡിഗ്രി എം ഈക്വൽ ടു 3. അപ്പൊ ഡിഗ്രി എം ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഇവിടെ 3 ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും, അതായത് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ കണ്ടോ, 3 ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്സ് എങ്ങനെയാ വരുന്നത്, ഫസ്റ്റ് എന്താ, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു അല്ലെ, 3 ഇൻസ്ട്രക്ഷൻ ഒരുമിച്ചാണ് അല്ലെ, ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ദെൻ റിസൾട്ട് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് അല്ലെ. അപ്പോൾ ഇവിടെ 3 ഇൻസ്ട്രക്ഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഇൻസ്ട്രക്ഷനും നോക്കിയേ, അതായത് ഒരുമിച്ചാണ് എക്സിക്യൂഷൻ നടക്കുന്നത്, ഒന്നിനും എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ, ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ദെൻ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ വരുന്നത്. ഇങ്ങനെയാണ് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ pipeline structure. Then, in a superscalar processor, the simple operation latency should require only one cycle, as in the base scalar processor. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്, അതായത് higher degree of instruction level parallelism ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ the superscalar processor depends more on an optimizing compiler to exploit parallelism. Then, ഇനി നമുക്ക് നോക്കേണ്ടത് a typical superscalar architecture for a RISC processor. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ ഇതിന് മുന്നായിട്ട്, അതായത് മുന്നുള്ള വീഡിയോസിൽ എങ്ങനെയായിരുന്നു നമ്മൾ റിസ്ക് പ്രോസസർ എങ്ങനെയായിരുന്നു, ബേസ് സ്കേലാർ വെച്ചിട്ടുള്ളത് അല്ലേ, ബേസ് സ്കേലാർ പ്രോസസർ വെച്ചിട്ടുള്ള ആർക്കിടെക്ചറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും അധികം വരുന്നില്ല. എങ്ങനെയാണ്, അതായത് കേഷ ഉണ്ട് അല്ലെ, 2 കേഷ വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കേഷ വരുന്നുണ്ട്, ഡാറ്റ കേഷ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഫങ്ഷണൽ യൂണിറ്റ് ആണ് പിന്നെ വരുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇൻറ്റീജർ യൂണിറ്റ് വരുന്നുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ കുറച്ച് ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നത്. അപ്പൊ ഇവിടെ ആൾക്കൂടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് സൂപ്പർ സ്കേലർ ആകുമ്പോൾ. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ വരുന്ന കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല ആർക്കിടെക്ചറിൽ വരുന്ന, അത് മാത്രമേ ഉള്ളൂ. എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, അതായത് ഇവിടെ ഇൻസ്ട്രക്ഷൻ കേഷയുണ്ട്, ഇൻസ്ട്രക്ഷൻ കേഷയുണ്ട്. അപ്പൊ അറിയാലോ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇൻസ്ട്രക്ഷൻ കേഷിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഇൻറ്റീജർ യൂണിറ്റ് വരുന്നുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് പിന്നെ എന്ത് വരുന്നുണ്ട്, ഫങ്ഷണൽ യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നത് ആരാണ്, ഇൻസ്ട്രക്ഷൻ കേഷിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻസിന് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ കുറെ ഡാറ്റ ബസ്സുകൾ വരുന്നുണ്ട്, ഡാറ്റ ബസ്സസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയുള്ള ഫിഗർ ആണ്. ഓക്കെ, the instruction cache supplies multiple instructions per fetch. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു, അതായത് ഇൻസ്ട്രക്ഷൻ കാഷിൽ നിന്ന് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ എടുത്തു അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, അതായത് അവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 2 യൂണിറ്റ്സ് ഉണ്ട്, ഇൻറ്റീജർ യൂണിറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ, ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ടു വേരിയസ് ഫങ്ഷണൽ യൂണിറ്റ്സ് മേ വേരി ഇൻ ഈച്ച് സൈക്കിൾ. ഓക്കെ, അതുപോലെ the number is constrained by data dependency and resource conflicts among instructions that are simultaneously decoded. ഇനി multiple functional units are built into integer unit and floating point unit. അതുപോലെ തന്നെ functional unitsൽ എന്താ, അതായത് data buses വരുന്നുണ്ട് അല്ലേ. In theory, all functional units can be simultaneously used if conflicts and dependency do not exist among them during a given cycle. Okay. Okay. Due to the reduced CPI and higher clock rate use, generally superscalar processors outperform scalar processors. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു സൂപ്പർ സ്കേലർ പ്രോസസ്സറിൽ മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് എങ്ങനെയായിരുന്നു, 2 to 5 ആണ് വന്നിരുന്നത് അല്ലേ. അപ്പം അതുപോലെ നേരത്തെ ആർക്കിടെക്ചറിൽ നമ്മൾ 2 യൂണിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് അല്ലേ, അതായത് ഇൻറ്റീജർ യൂണിറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ രജിസ്റ്റർ ഫയൽസ് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. Typically, the register files in the IU and FPU integer unit and floating point unit each have 32 registers. അതുപോലെ തന്നെ MOS scalar processorsലും
IU അതുപോലെ തന്നെ FPU എന്ന് പറയുന്നത് സെയിം ചിപ്പിലായിരിക്കും എന്തിരിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. The superscalar degree is low due to limited instruction parallelism that can be exploited in ordinary programs. അപ്പോൾ രജിസ്റ്റർ ഫയൽ ഉണ്ടായിരുന്നു അല്ലെ, ആ ആർക്കിടെക്ചർ ഒന്നും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ രജിസ്റ്റർ ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതായത് റീഓർഡർ ബഫേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു അല്ലെ. പിന്നെ അതാണ് പറയാൻ പോകുന്നത്. Besides the register files, reservation station and reorder buffers can be used to എന്തിനാണ് establish instruction windows. എന്തിനാണ് ഇൻസ്ട്രക്ഷൻ വിൻഡോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതായത് അതിൽ നമ്മൾ പറയുന്നത് കുറേ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സിലേക്കൊക്കെ എന്താ ഡാറ്റ ഫോർവേഡ് ചെയ്യുക. എങ്ങനെയാണ് ഇന്റേണൽ ഡാറ്റ ഫോർവേഡ് ചെയ്യുന്നത് അതായത് ഇവിടെ എങ്ങനെയാണ്, അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് രജിസ്റ്റർ ഫയൽസ് ആയിക്കോട്ടെ, റിസർവേഷൻ സ്റ്റേഷൻ ആയിക്കോട്ടെ, അതുപോലെ റീഓർഡർ ബഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും. Okay, എന്തിനാണ് establish instruction windows. The purpose is to support instruction look ahead and internal data forwarding which are needed to schedule multiple instructions simultaneously. Okay. Then ഇനി നമുക്ക് നോക്കേണ്ടത് representative superscalar processor. അതിൽ a number of commercially available processors has been implemented with superscalar architecture. അപ്പോൾ കുറച്ച് മുന്നുള്ള superscalar processors ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? IBM RS bar 6000, then DEC Alpha 21064 and Intel i960C. അപ്പോൾ അത് ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇമേജ് എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി വരുന്നില്ല ഇമേജിന്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ 3 പ്രോസസ്സേഴ്സിലും, അതായത് 3 ഡിഫറെൻറ്റ് സൂപ്പർ സ്കാലർ പ്രോസസ്സേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഫീച്ചേഴ്സിൽ വരുന്ന മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അതായത് ടെക്നോളജി, ക്ലോക്ക് റേറ്റ്, ഓക്കെ, അതുപോലെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ, അതുപോലെ രജിസ്റ്റേഴ്സ്, കാഷേസ്, MMU അഡ്രസ് സ്പേസ്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയുള്ള ഇമേജ് നമുക്ക് കിട്ടും, ആ ടേബിൾ കിട്ടും. അപ്പോൾ അത് നോക്കി പഠിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എക്സാമിന് അങ്ങനെ ചോദിക്കൊന്നുമില്ല. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എന്താണുള്ള ഒരു മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് IBM RS bar 6000 ആർക്കിടെക്ചർ. അപ്പോൾ അതിൽ 3 ഫങ്ഷണൽ യൂണിറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ബ്രാഞ്ച് പ്രോസസർ, ദെൻ ഫിക്സഡ് പോയിന്റ് യൂണിറ്റ് FXU, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. അപ്പോൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന പാരലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബ്രാഞ്ച് പ്രോസസർ, this unit could arrange the execution of up to 5 instructions per cycle. ഇനി the instructions included are, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 1 ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? ബ്രാഞ്ച് പ്രോസസർ ആണ് അല്ലെ, എക്സിക്യൂട്ടഡ് ബൈ ബ്രാഞ്ച് പ്രോസസർ. അതുപോലെ 1 ഫിക്സഡ് പോയിന്റ് ഇൻസ്ട്രക്ഷൻ, അത് ചെയ്യുന്നത് ഫിക്സഡ് പോയിന്റ് യൂണിറ്റ് ആണ് അല്ലെ. ഇനി 1 കണ്ടീഷൻ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ഡൺ ബൈ ബ്രാഞ്ച് പ്രോസസർ. ഇനി 1 ഫ്ലോട്ടിംഗ് പോയിന്റ് മൾട്ടിപ്ലൈ ആഡ് ഇൻസ്ട്രക്ഷൻ, അത് പറയുന്നത് ഡൺ ബൈ FPU, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഓക്കെ, ദിസ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി കൗണ്ടഡ് ആസ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. ദി പവർ ആർക്കിടെക്ചർ ഓഫ് ദി IBM RISC സിസ്റ്റം ബാർ 6000. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബ്രാഞ്ച് പ്രോസസർ ഉണ്ട് അല്ലേ, ബ്രാഞ്ച് പ്രോസസർ ഉണ്ട്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? ബ്രാഞ്ച് പ്രോസസർ ആണ്. ഇനി അതുപോലെ ഫിക്സഡ് പോയിന്റ് പ്രോസസർ ഉണ്ട്, അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രോസസർ ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ അതുപോലെ ഫ്ലോട്ട് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോസസ്സേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വരുന്നത്? പിന്നെ കേഷയാണ് അല്ലേ, അതായത് ഡാറ്റ കേഷയുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കേഷയുണ്ട്, 2 സെപ്പറേറ്റ് കേഷേസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ സ്റ്റോറേജ് ആൻഡ് IO ഇന്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, RS bar 6000 used hardware control logic. System used number of buses. അപ്പോൾ അതിൽ 32 bit for FXU,
അല്ലെ, ഫിക്സഡ് പോയിന്റ് യൂണിറ്റ്. അതുപോലെ 64 bit ഫോർ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, ദെൻ 128 bit ഫോർ ഐ കേഷെ ആൻഡ് ഡി കേഷെ, അതായത് ഇൻസ്ട്രക്ഷൻ കേഷെ അതുപോലെ ഡാറ്റ കേഷെ. ഇനി വരുന്ന ആപ്ലിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ന്യൂമറിക്കലി ഇൻറ്റൻസീവ് സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, അതുപോലെ മൾട്ടി യൂസർ കൊമേഴ്ഷ്യൽ എൻവയോൺമെന്റ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വെക്റ്റർ പ്രോസസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി. നമുക്ക് പെട്ടെന്ന് മൊഡ്യൂൾസ് ഒക്കെ എടുത്ത് പോവാം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കാത്ത സബ്ജക്റ്റുകൾ നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ അതിൻ്റെ ID, അതായത് ഇമെയിൽ അയക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ID അതൊക്കെ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ അടുത്ത മാസം സപ്ലിമെൻ്ററി എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.